Welcome back. Today we are going to discuss about types of memory. There are many theories about the types of memory within the human brain. Most scientists believe that there are four types of general memory. First one, working memory, sensory memory, short-term memory and long-term memory. Whereas some researchers suggest that there is no distinct type of memory, but these types are the different stages of memory. So in this view, memory begins with sensory memory and then transition to short-term memory and then it moved to long-term memory. All these are the different stages of memory. Okay, let us start our discussion with the sensory memory. What is sensory memory? Sensory memory is a memory which holds sensory information for a short period of time, usually 1 second or less. The processing of memories and other informations begins from this sensory memory. If a person give attention to the sensory input, then that information move to the short-term memory and then later it move to the long-term memory. അപ്പോൾ സെൻസ് ഓർഗൻസിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന സെൻസറി ഇൻപുട്ട് അല്ലെങ്കിൽ സെൻസറി ഇൻഫോർമേഷൻസ് നമ്മുടെ സെൻസറി മെമ്മറിയിൽ വളരെ കുറച്ച് സമയത്തിലാണ് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നത്. ലെസ് ദാൻ 1 സെക്കൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു 1 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആ ഒരു സെൻസറി ഇൻഫോർമേഷൻസിന് കിട്ടിയിട്ടില്ല എങ്കിൽ, നമ്മളതിന് അറ്റൻഷൻ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈസിലി നമ്മളതിനെ ഫോർഗെറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇഫ് an individual pay attention to the sensory input, that information move to the short term memory. നമ്മൾ ആ ഒരു സെൻസറി ഇൻഫോർമേഷൻസിൽ നമ്മൾ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സെൻസറി ഇൻപുട്ട് അല്ലെങ്കിൽ സെൻസറി ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് എവിടേക്ക് മൂവ് ചെയ്യും? ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് ഷോർട്ട് ടേം മെമ്മറിയിലെത്തിയ ഇൻഫോർമേഷൻസിന് നമ്മൾ റിഹേഴ്സലിലൂടെ ഒന്നുകൂടി നമ്മളതിനെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിഹേഴ്സൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എന്തിലേക്ക് സംഭവിക്കുന്നത്? ലോങ് ടേം മെമ്മറിയിലേക്ക് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ചില സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഡിസ്റ്റിങ് ടൈപ്സ് ഓഫ് മെമ്മറികൾ ഇല്ല എന്നുള്ളതാണ്. മറിച്ച് ഓൾ ദീസ് ആർ ദി സ്റ്റേജസ് ഓഫ് മെമ്മറി. ഓരോ മെമ്മറിയുടെ ഓരോ സ്റ്റേജസ് ആണ് ഈ സെൻസറി മെമ്മറി, വർക്കിംഗ് മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, അതുപോലെ തന്നെ ലോങ് ടേം മെമ്മറി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ചില സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഓൾ ദീസ് ആർ ഡിസ്റ്റിങ് ടൈപ്സ് ഓഫ് മെമ്മറി, ഡിസ്റ്റിങ് ടൈപ്സ് ഓഫ് മെമ്മറി ആണ് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ സെൻസറി മെമ്മറി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ്? നമ്മൾ സെൻസറി ഇൻഫോർമേഷൻസ് സെൻസ് ഓർഗൻസിലൂടെ നമ്മളിലേക്ക് എത്തുന്നു. ആ ഇൻഫോർമേഷൻസിന് ഹോൾഡ് ചെയ്യുന്നത് ലെസ് ദാൻ 1 സെക്കൻഡാണ്. ആ ഹോൾഡ് ചെയ്യുന്ന മെമ്മറിയാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ആ 1 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിന് അറ്റൻഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ മെമ്മറി ഫോർഗെറ്റ് ആയി. ഓക്കെ, സെൻസറി മെമ്മറിക്ക് ഒരു ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഇരിക്കുമ്പോൾ പല പല കാഴ്ചകളും കാണാറുണ്ട്. ഈവൻ നൈറ്റൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത് വെച്ചെങ്കിൽ ലൈറ്റുകളൊക്കെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കത്തി നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ പോകുന്ന വഴികളിലൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അതൊക്കെ ഒരു സെക്കൻഡ്, ലെസ് ദാൻ 1 സെക്കൻഡ് നേരത്തേക്ക് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മളതിനെ അറ്റൻഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളതിനെ ഫോർഗെറ്റ് ആയിപ്പോകും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു നമ്മുടെ ഉള്ളിൽ സെൻസ് ഓർഗൻസിലൂടെ നമ്മളിലേക്ക് വരുന്ന അത്തരത്തിലുള്ള ഇൻപുട്സുകളെയാണ് നമ്മൾ സെൻസറി ഇൻപുട്സ് എന്ന് പറയുന്നത്. ആ സെൻസറി ഇൻപുട്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾക്ക് കിട്ടുന്ന സെൻസറി ഇൻഫോർമേഷൻസ്
ആ സെൻസറി ഇൻഫോർമേഷൻസിൽ ഏതെങ്കിലും ഒന്ന് റെലവൻ്റ് ആണ് എന്ന് നമ്മൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പം നമ്മളതിനെ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, അപ്പോൾ പല മുഖങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പരിചയമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ജസ്റ്റ് നമ്മളതിന് ഒന്നുകൂടി അറ്റൻഷൻ കൊടുക്കുക, ഇന്ന ആളാണോ എന്നൊന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, ദാറ്റ് മെമ്മറി മൂവ്സ് ടു അതർ ടൈപ്പ് ഓഫ് മെമ്മറി. അപ്പോൾ അത്തരത്തിലുള്ള നമ്മളൊരു അറ്റൻഷൻ കൊടുക്കുമ്പോൾ അതിന്, അപ്പോൾ എന്താണ്, സെൻസറി ഇൻഫോർമേഷൻസ് നമ്മൾ അറ്റൻഷൻ കൊടുത്തു, സോ അതിൽ നിന്ന് അത് എവിടേക്ക് പോകും, ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകും. സപ്പോസ് നമ്മൾ അത്തരത്തിലുള്ള ഒരു അറ്റൻഷനും ഇത്തരത്തിലുള്ള സെൻസറി ഇൻപുട്സിന് കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും, അത് പെട്ടെന്ന് തന്നെ നമ്മുടെ മെമ്മറിയിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വളരെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സെൻസറി ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ദർ ആർ 3 types of sensory memory, that is iconic, then echoic and haptic memory. ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞാൽ വിഷ്വൽ സ്റ്റിമുലയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന മെമ്മറിയാണ് ഐക്കോണിക് മെമ്മറി. എക്കോയിക് എന്ന് പറയുന്നത് ഓഡിറ്ററി സ്റ്റിമുലയാണ്. ആൻഡ് ഹാപ്റ്റിക് എന്ന് പറയുന്നത് ടാക്റ്റൈൽ സ്റ്റിമുലൈ, നമ്മൾ ടച്ചിലൂടെയൊക്കെ നമ്മൾക്ക് കിട്ടുന്ന സ്റ്റിമുലയാണ് ടാക്റ്റൈൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസറി മെമ്മറി എന്ന് പറയുന്നത് ഇങ്ങനെ 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഐക്കോണിക്, എക്കോയിക് ആൻഡ് ഹാപ്റ്റിക് മെമ്മറി. അങ്ങനെ 3 തരത്തിലുള്ള സെൻസറി മെമ്മറികളുണ്ട്. Sensory memory is not involved in higher cognitive memories like short-term and long-term memory. It is not consciously controlled. The role of sensory memory is to provide the detailed representation of the entire expressions of our sensory experience. The short-term and long-term memory take the relevant informations from this sensory experience. അപ്പോൾ എന്താണ് നമ്മുടെ സെൻസറി മെമ്മറി എന്താ ചെയ്യുന്നത്? ഇറ്റ് ഗീവ് എ ഡീറ്റെയിൽഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് അവർ എൻറ്റയർ സെൻസറി എക്സ്പീരിയൻസ്. നമ്മുടെ സെൻസറി എക്സ്പീരിയൻസസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, സെൻസറി മെമ്മറി ചെയ്യുന്നത്. അത് വളരെ ഷോർട്ട് പീരീഡിലാണ്. അപ്പോൾ ആ ഒരു സെൻസറി മെമ്മറിയിൽ നിന്ന് റെലവൻറ്റ് ഇൻഫോർമേഷൻസ് ഏതാണോ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഷോർട്ട് ടേം മെമ്മറിയുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ അതിനെ എക്സ്ട്രാക്ട് ചെയ്താലാണ് ആ സെൻസറി മെമ്മറിയിൽ നിന്ന് ഇൻഫോർമേഷൻസ് എവിടേക്ക് പോവുള്ളൂ, ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോവുകയുള്ളൂ. ഷോർട്ട് ടേം മെമ്മറി ഇത്തരത്തിൽ സെൻസറി മെമ്മറിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മെമ്മറീസ് ഉപയോഗിച്ച് ഇറ്റ് ഈസ് പ്രോസസ്ഡ് ബൈ ദി വർക്കിംഗ് മെമ്മറി. നമ്മൾ സെൻസറി മെമ്മറിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നമ്മുടെ റെലവൻറ്റ് ഇൻഫോർമേഷൻസ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? വർക്കിംഗ് മെമ്മറിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് എന്താണ് വർക്കിംഗ് മെമ്മറി എന്ന് നോക്കാം. വർക്കിംഗ് മെമ്മറി ഈസ് വേർ എ മാൻ മാനിപ്പുലേറ്റ് ഇൻഫോർമേഷൻസ്. ഇൻഫോർമേഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന മെമ്മറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു ഷോർട്ട് ടേം മെമ്മറി. ചില സ്റ്റഡീസിലൊക്കെ ഈ വർക്കിംഗ് മെമ്മറിയും ഷോർട്ട് ടേം മെമ്മറിയും ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. ചിലതിൽ ഇവ രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മെമ്മറികളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അതിൽ നമ്മൾക്ക് സിമിലാരിറ്റി കാണാൻ കഴിയും. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഇൻഫോർമേഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, എവിടെ വെച്ചാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ആ മെമ്മറിനെയാണ് നമ്മൾ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. വർക്കിംഗ് മെമ്മറി ഈസ് ദ ബ്രീഫ് ടൈം ഓഫ് കീപ്പിംഗ് സംതിങ് ഇൻ മൈൻഡ് ബിഫോർ ഇറ്റ് ഡിസ്മിസ് ഓർ മൂവ് ടു ദി ലോങ് ടേം മെമ്മറി. അപ്പോൾ നമ്മളൊരു ഇൻഫോർമേഷൻസിനെ ഡിസ്മിസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റുന്നതിന് മുന്നെയോ നമ്മൾ കുറച്ച് നേരം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ദ വർക്കിംഗ് മെമ്മറി ഹെൽപ്പ് അസ് ടു റിമെമ്പർ അവർ കറണ്ട് ടാസ്ക്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിരിക്കാൻ നമ്മളതിനെ സഹായിക്കുന്നത് വർക്കിംഗ് മെമ്മറിയാണ്. സം ബിഹേവിയേഴ്സ് ദാറ്റ് യൂസ് വർക്കിംഗ് മെമ്മറി includes solving a complex math problem which a person required to remember several numbers, and baking something
which a person recall the ingredients that already added, participating in a debate in which a person remember the arguments and evidences used by both sides. All these are behaviors used by working memory. അതുപോലെ തന്നെ വർക്കിംഗ് മെമ്മറി അതുപോലെ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്സ് ഓഫ് മെമ്മറി ആണ് എന്നും അതുപോലെ തന്നെ ഇവ തമ്മിലൊരു ഓവർലാപ്പ് ഉണ്ട് എന്നുള്ളതും റിസർച്ചേഴ്സ് ഫൈൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി allows a person to recall ലിമിറ്റഡ് ഇൻഫോർമേഷൻ ഇൻ എ ലിമിറ്റഡ് ടൈം. ഒരു വളരെ കുറച്ച് നേരത്തേക്ക് നമ്മൾക്കൊരു കാര്യം ഓർത്ത് വെക്കണമെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ദ മെമ്മറി വിച്ച് സ്റ്റോർ ഇൻ ദിസ് ഷോർട്ട് ടേം മെമ്മറി ഫേഡ്സ് ആഫ്റ്റർ 30 seconds. 30 secondsന് ശേഷം നമ്മൾ ആ മെമ്മറി അതിന് റിഹേഴ്സലൊന്നും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് എന്തായിപ്പോവും, അത് നമ്മൾ ഫെയ്ഡായിപ്പോവും. അപ്പോൾ നമ്മൾക്ക് വളരെ കുറച്ച് നേരത്തേക്ക്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുവെച്ചെങ്കിൽ ഒരു ഫോൺ നമ്പർ നമ്മളോട് ഒരാൾ പറയുന്ന സമയത്ത് ജസ്റ്റ് നമ്മളത് കേട്ട് ഒരു പെന്നെടുത്തിട്ട് നമ്മൾ രണ്ടാമത് റീകോൾ ചെയ്ത് എഴുതുക. ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് ടേം മെമ്മറി വളരെ കുറച്ച് നേരത്തേക്ക് നമ്മൾ ആ ഇൻഫോർമേഷൻസ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത്തരത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിനെയാണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറീസ് ആർ ഡിസപ്പിയർ ക്വിക്ക്ലി ആഫ്റ്റർ 30 seconds. 30 secondsന് ശേഷം എന്ത് സംഭവിക്കും, ആ ഷോർട്ട് ടേം മെമ്മറീസ് നമ്മൾ പ്രത്യേകിച്ച് റിഹേഴ്സലൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ എന്തായിരിക്കും, നമ്മുടെ മെമ്മറിയിൽ നിന്ന് മറഞ്ഞു പോകും, അല്ലെങ്കിൽ നമ്മളത് ഫോർഗട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ദ ഷോർട്ട് ടേം മെമ്മറി ഈസ് ആക്ട് ആസ് എ scratch pad for the temporary recall of information which is being processed at any time. നമ്മളൊരു കുറച്ച് സമയത്തേക്ക് നമ്മൾക്കൊരു ഇൻഫോർമേഷൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറിയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുറച്ച് ഇൻഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു 7 items അല്ലെങ്കിൽ ലെസ് ദാൻ 7 items ആണ് നമ്മൾക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ ഒരു സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. For example, in order to understand a sentence, the beginning of a sentence need to be held in mind. അല്ലേ, നമ്മളൊരു സെൻറ്റൻസ് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആ സെൻറ്റൻസ് വായിച്ച് കംപ്ലീറ്റ് ആകുന്നവർ അതിൻ്റെ ബിഗിനിങ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ എവിടെയാണ്, ഷോർട്ട് ടേം മെമ്മറിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് വായിച്ച് ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു ഷോർട്ട് ഡ്യൂറേഷനിലാണ് നമ്മൾ ആ ഇൻഫർമേഷൻസ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വൺസ് നമ്മളൊരു സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്താണ് എന്ന് മനസ്സിലാവും. കാരണം നമ്മളത് ഷോർട്ട് ടേം മെമ്മറിയിൽ വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നമ്മളതിനെ മനസ്സിലാക്കുന്നു. പക്ഷേ എഗെയിൻ നമ്മളതിനെ റിപ്പീറ്റ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഇൻഫർമേഷൻ കുറേ നേരത്തേക്ക് നിലനിൽക്കും. കുറേ നേരത്തേക്ക് നിലനിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്ക് അത് മാറുകയുള്ളൂ അല്ലേ. അങ്ങനെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റിയാലാണ് പിന്നെ സമയങ്ങളിൽ നമ്മൾക്കതിനെ റീകോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡിലേക്ക് നമ്മൾ കുറച്ച് ഇൻഫോർമേഷൻസ് റീകോൾ ചെയ്യാൻ വേണ്ടി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ വേർഡ്സ് കൊടുത്തിട്ട് വൺസ് അത് വായിച്ച് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറയാം ഒരു വ്യക്തിനോട്. അപ്പോൾ ആ സമയത്ത് അയാൾ ഏത് മെമ്മറിയിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്, ഷോർട്ട് ടേം മെമ്മറിയിൽ. കാരണം ജസ്റ്റ് ഒന്ന് വായിക്കുന്നു, നമ്മളതിന് കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് വായിക്കുന്നത്. അപ്പോൾ ആ ഇൻഫോർമേഷൻസ് കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. ദെൻ നമ്മൾ എഗൈൻ അത് റീകോൾ ചെയ്തെടുക്കുന്നു. ആ ഒരു 30 seconds കഴിഞ്ഞതിന് ശേഷമാണ് എങ്കിൽ നമ്മൾ റിഹേഴ്സൽ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, ദാറ്റ് ഇൻഫോർമേഷൻ ഡിസപ്പിയർഡ് ഫ്രം ദി ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് മാഞ്ഞു പോകും. ഓക്കെ, നെക്സ്റ്റ് വൺ, ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറി സ്റ്റോഴ്സ് വൈഡ് റേഞ്ച് ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് മെമ്മറീസ്. നമ്മൾ എല്ലാ എക്സ്പീരിയൻസസുകളും അല്ലെങ്കിൽ എല്ലാ മെമ്മറീസും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എവിടെയാണ്, ലോങ് ടേം മെമ്മറിയിലാണ്. മോസ്റ്റ് മെമ്മറീസ് ദാറ്റ് പീപ്പിൾ റീകോൾ, എസ്പെഷ്യലി ദാറ്റ് older than 30 seconds are the part of long term memory. അപ്പോൾ നമ്മൾ 30 secondsൽ
അതിനേക്കാൾ കൂടുതൽ പഴകിയ മെമ്മറീസുകൾ നമ്മൾക്ക് റീകോൾ ചെയ്തെടുക്കാൻ ഉണ്ട് എങ്കിൽ ആ മെമ്മറീസ് എന്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയുടെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. മെനി റിസർച്ചേഴ്സ് ഡിവൈഡ് ദ ലോങ് ടേം മെമ്മറി ഇൻറ്റു ഇംപ്ലിസിറ്റ് ലോങ് ടേം മെമ്മറി ആൻഡ് എക്സ്പ്ലിസിറ്റ് ലോങ് ടേം മെമ്മറി. അപ്പോൾ എന്താണ്, ലോങ് ടേം മെമ്മറിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇംപ്ലിസിറ്റ് ലോങ് ടേം മെമ്മറി ആൻഡ് എക്സ്പ്ലിസിറ്റ് ലോങ് ടേം മെമ്മറി. ഫസ്റ്റ് വൺ, explicit long term memory. It also known as declarative long term memory. Explicit or declarative long term memories are conscious memories of events, autobiographical facts or things a person learns. അപ്പോൾ ഒരു വ്യക്തി കോൺഷ്യസ്ലി ലേൺ ചെയ്തിട്ടുള്ള ചില ഈവൻസുകളെ കുറിച്ച്, ഓട്ടോബയോഗ്രഫിക്കൽ ഫാക്ട്സുകളെ കുറിച്ച് അല്ലെങ്കിൽ തിങ്സിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഓൾ ദീസ് ഇൻഫോർമേഷൻസ് ആർ കോൺഷ്യസ്ലി സ്റ്റോർഡ് ബൈ ദി ഇൻഡിവിജ്വൽ. കോൺഷ്യസ്ലി അയാൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് എക്സ്പ്ലിസിറ്റ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റിക്വയർസ് കോൺഷ്യസ് റീകോൾ. ഈ ഇത്തരത്തിലുള്ള എക്സ്പ്ലിസിറ്റ്ലി ലോങ് ടേം മെമ്മറിയിൽ നമ്മൾ കോൺഷ്യസ്ലി സ്റ്റോർ ചെയ്തിട്ടുള്ള മെമ്മറീസിനെ നമ്മൾ എന്താണ് കോൺഷ്യസ്ലി തന്നെയാണ് നമ്മളതിനെ റീകോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കൊരു നീഡ് വരുമ്പോൾ തന്നെയാണ് നമ്മളതിനെ റീകോൾ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരു വ്യക്തി കോൺഷ്യസ്ലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫോർമേഷൻസ് അത് എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? ഈവൻസുമായോ തിങ്സുമായോ ഓട്ടോബയോഗ്രഫിക്കൽ ഫാക്ട്സുമായോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കോൺഷ്യസ്ലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫോർമേഷൻസ് എവിടെയായിരിക്കും? എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് ലോങ് ടേം മെമ്മറി ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് റിക്വയർസ് കോൺഷ്യസ് ടു റീകോൾ ഓർ റിട്രീവ് ദ ഇൻഫോർമേഷൻസ്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ കോൺഷ്യസ്ലി തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഇൻഫോർമേഷൻസിനെ റീകോൾ അല്ലെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ എക്സ്പ്ലിസിറ്റ് ഡിക്ലറേറ്റീവ് ലോങ് ടേം മെമ്മറി അഗെയിൻ ഹാവ് ടു സബ് ഡിവിഷൻസ്. ദാറ്റ് ഈസ് സെമാൻറ്റിക് explicit long-term memory and episodic memory. Semantic memories are the general knowledge about the world. വേൾഡിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ജനറൽ നോളേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. എ പേഴ്സൺ മേ റിമെമ്പർ ദ ഫാക്ട്സ് ഓർ ഈവൻറ്റ്സ് വിച്ച് ഹി ഡിഡ് നോട്ട് എക്സ്പീരിയൻസ് ബട്ട് ഇറ്റ് സ്റ്റഡീഡ് ബൈ ദാറ്റ് പേഴ്സൺ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അത്തരത്തിലുള്ള ഫാക്ട്സിനെ അല്ലെങ്കിൽ ഈവൻസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗ എ ഹ്യൂമൻ ഹാർട്ട് ലുക്ക് ലൈക്സ്. ഒരു ഹ്യൂമൻ ഹാർട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ഒരു കുട്ടി പഠിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഡിസെക്ഷൻ വർക്കുകളൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് എങ്ങനെയാണ് ഹ്യൂമൻ ഹാർട്ട് ഉള്ളത് എന്ന് പഠിക്കുന്നത് എന്തിൽ വരുന്നതാണ്? സെമാൻറ്റിക് മെമ്മറിയിൽ വരുന്നതാണ്. Whereas episodic memory is the memories of events or autobiographical facts. ഒരു വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു പർട്ടിക്കുലർ സ്ഥലത്തുള്ള സമയത്ത് ഇന്ന സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയ സമയത്ത് ഇന്ന വ്യക്തിയെ കണ്ടു എന്നൊക്കെ പറയുന്നത് എപ്പിസോഡിക് മെമ്മറി. കാരണം ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലാതെ ഫാക്ച്വൽ നോളജ് നമ്മൾ പഠിക്കുന്ന പോലെയുള്ള ഒരു കാര്യമല്ല. ഫാക്ച്വൽ നോളജാണ്, എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ അത് ഇതിൻ്റെയാണ് സെമാൻറ്റിക് മെമ്മറിയിൽ വരുന്നതാണ്. എപ്പിസോഡിക് എന്ന് പറയുമ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസസ് കൂടി വരുമ്പോഴാണ് അതിനെ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി ആണ് രണ്ട് തരത്തിലുള്ളത്. ഏതൊക്കെയാണ്? സെമാൻറ്റിക്കും അതുപോലെ എപ്പിസോഡിക്കും. സെമാൻറ്റിക് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് അതിൽ ഈ ഒരു പേഴ്സൺ ജനറൽ നോളജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത്. അതിൽ അയാൾക്ക്
പേഴ്സണൽ എക്സ്പീരിയൻസ് അതിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അയാൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കില്ല. നേരെ മറിച്ച് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഒരു ഇൻഫർമേഷൻസ് കിട്ടുന്നത് വെച്ചെങ്കിൽ അത് എപ്പിസോഡിക് മെമ്മറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് 2 ടൈപ്സ് ഓഫ് എക്സ്പ്ലിസിറ്റ് ലോങ് ടേം മെമ്മറി വരുന്നത്. നെക്സ്റ്റ് വൺ, ഇംപ്ലിസിറ്റ് ലോങ് ടേം മെമ്മറീസ്. ദീസ് മെമ്മറീസ് ആർ നോട്ട് ബേസ്ഡ് ഓൺ കോൺഷ്യസ്ലി സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് ഇൻഫോർമേഷൻസ്. ഒരു വ്യക്തി കോൺഷ്യസ്ലി ഒരു ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കുകയോ ചെയ്യുന്നത് പോലെയുള്ള ഒരു മെമ്മറി അല്ല ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഇത് അത്തരത്തിലുള്ള കോൺഷ്യസ്നെസ് ഇല്ലാതെയാണ് ആ ഒരു മെമ്മറീനെ സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ തന്നെ റിട്രീവ് ചെയ്തെടുക്കുന്നത്. ദീസ് മെമ്മറീസ് ആർ നോട്ട് ബേസ്ഡ് ഓൺ കോൺഷ്യസ്ലി സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് ഇൻഫോർമേഷൻസ് ബട്ട് ഓൺ ഇംപ്ലിസിറ്റ്ലി ലേണിംഗ്. അപ്പോൾ കോൺഷ്യസ്ലി അല്ല ആ വ്യക്തി ആ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ തന്നെ റിട്രീവ് ചെയ്തെടുക്കും, മറിച്ച് എങ്ങനെയാണ് ഇംപ്ലിസിറ്റ്ലി ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ദ ഇംപ്ലിസിറ്റ് മെമ്മറീസ് ആർ ഇൻഫ്ലുവൻസ് എ പേഴ്സൺസ് ബിഹേവിയർ. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഇംപ്ലിസിറ്റ് ബിഹേവിയേഴ്സ് മെമ്മറീസ് എന്ന് പറയുന്നത്. ഈവൻ ആ ഇൻഡിവിജ്വൽ കോൺഷ്യസ്ലി അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എങ്കിൽ കൂടിയും ആ മെമ്മറീസ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ് ഈസ് എംപ്ലോയ്ഡ് ഇൻ ലേണിംഗ് ന്യൂ മോട്ടോർ സ്കിൽസ്. ആൻ എക്സാമ്പിൾ ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറി ഈസ് ടു ലേൺ ടു റൈഡ് എ ബൈക്ക്. ഒരു ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നത്. അപ്പം ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ വൺസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് കോൺഷ്യസ്ലി ഇന്നത് ചെയ്യണം എന്ന് ഓർത്തെടുക്കേണ്ട കാര്യമില്ല, അല്ലേ? നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മളത് ചെയ്യും. അപ്പം അത്തരത്തിലുള്ള മെമ്മറീസാണ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. There are 2 subcategories of implicit memory, that is procedural and priming. Procedural memory helps a person to perform tasks such as walking and driving. At first, they have to learn how to do the particular types of skills, and after that it is a part of procedural memory. ഇപ്പോൾ നമ്മളൊരു മോട്ടോർ ബൈക്ക് ഓടിക്കാൻ പഠിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കോൺഷ്യസ്ലി നമ്മളത് പഠിക്കേണ്ട കാര്യമുണ്ട്, അല്ലേ? പിന്നെ അതിന് ശേഷം എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ടാസ്ക് നമ്മൾ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കോൺഷ്യസ്ലി അതിനെ ഓർത്തെടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യം നമ്മൾക്ക് അവിടെ വരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള മെമ്മറിയാണ് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലേണിങ്ങിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഒരു ഇൻഡിവിജ്വലിന് അതിൻ്റെ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് തന്നെ നമ്മളത് ലേൺ ചെയ്യണം. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ബിക്കം എ പാർട്ട് ഓഫ് പ്രൊസീജിയറൽ മെമ്മറി. നെക്സ്റ്റ് വൺ ഈസ് പ്രൈമിങ്. Priming refers to activating particular representations or associations in memory before carrying out an act or task. ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മെമ്മറിയിലുള്ള അസോസിയേഷൻസിന് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻസിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടു activating particular representations or associations in the memory before starting an action or task. എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻസിനെ അല്ലെങ്കിൽ ഒരു അസോസിയേഷനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈമിങ് എന്ന് പറയുന്നത്. പ്രൈമിങ് occurs when experience influence a person's behavior. For example, a smoker must crave a cigarette after his meal, or an experimenter might train a person to press a button in response to a photo. All these are some example of priming. നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അതുപോലെ തന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിലൊക്കെ ചെയ്യുന്നത് പ്രൈമിംഗ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറന്റ് കണ്ടീഷനിങ് ബോത്ത് പ്രൈം പീപ്പിൾ ഓർ ആനിമൽ perform specific behaviors in response to
certain experiences. അപ്പോൾ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലും അതുപോലെ തന്നെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിലും ചെയ്യുന്നത് എന്താണ്? പ്രൈമിംഗ് ആണ്. വെച്ചെങ്കിൽ ഒരു certain എക്സ്പീരിയൻസസിൻ്റെ ഇൻ റെസ്പോൺസ് ആയിട്ട്, അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് പർട്ടിക്കുലർ ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അനിമലിനെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിനെയൊക്കെ പ്രാപ്തനാക്കുന്നത്. അതിനെയാണ് നമ്മൾ പ്രൈമിംഗ് എന്ന് പറയുന്നത്.